സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചരക്ക് തീവണ്ടി നിർത്തിയിട്ടതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി. പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം ഇല്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 4 ദിവസമായി ചരക്ക് തീവണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. 1-ാം പ്ലാറ്റ്ഫോമിൽ 41 ബോഗികളുള്ള ഗുഡ്സ് ട്രെയിൻ നിർത്തിയതോടെ ഷൊർണൂർ എറണാകുളം റൂട്ടിലോടുന്ന 9ഓളം ട്രെയിനുകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റി. സ്റ്റേഷനിൽ ഓവർബ്രിഡ്ജ് ഇല്ലാത്തതിനാൽ മറ്റു പ്ലാറ്റ്ഫോമുകളിലെത്താൻ യാത്രക്കാർ 1 കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥയിലാണ്. പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാർ ഗുഡ്സ് ട്രെയിനിനടിയിലൂടെ നൂഴ്ന്നിറങ്ങുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിൽക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും അസൗകര്യമാകുന്നതിനാൽ 2-ാം നമ്പർ റോഡിലെ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ലൈനിലാണ് ഡൗൺ ലൈൻ നിൽക്കുന്നത്. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ദുഷ്കരമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് ഈ സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്. ഈ സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് പുസ്തകത്തിൽ 1045ഓളം പരാതികൾ ഈ അടുത്ത കാലത്ത് തന്നെ യാത്രക്കാർ എഴുതിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്ലൈനിൽ 3-ലും 4-ലും വരുന്ന വണ്ടികൾക്ക് സ്റ്റേഷനിലേക്ക് കടക്കാനോ അതുപോലെ സ്റ്റേഷനിലുള്ളവർക്ക് 3-ാം നമ്പർ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനോ യാതൊരുവിധ സൗകര്യമില്ല. പ്ലാറ്റ്ഫോം സൗകര്യം ഇല്ലാത്തതിനും ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതിനും യാത്രക്കാർ വളരെ പ്രയാസപ്പെടുന്നു. പല യാത്രക്കാരും ട്രെയിനിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുന്നതിനാൽ അപകടം ഉണ്ടായിട്ടുള്ള ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ നിരവധി പേരാണ്. അതിനാൽ അടിയന്തരമായും ഫുട് ഓവർ ബ്രിഡ്ജ് പണിയണം. 2, 3, 4 പ്ലാറ്റ്ഫോമുകൾ ഹൈ ലെവൽ പ്ലാറ്റ്ഫോമാക്കി യാത്രക്കാർക്ക് വേണ്ട യാത്രാ സൗകര്യങ്ങൾ ചെയ്യണമെന്ന് റെയിൽവേ അധികാരികളോട് ആവശ്യപ്പെടുന്നു. ഗുഡ്സ് നിർത്താനുള്ള കാരണം അധികാരികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എവിടെയും ഗുഡ്സ് കൊണ്ടുപോയിടാൻ സ്ഥലം സൗകര്യമില്ലാത്തതിനാൽ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം സൗകര്യമുള്ള വള്ളത്തോൾ നഗർ പെർമനൻ്റായിട്ട് സ്റ്റേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. റെയിൽവേ പരാതി ബുക്കിൽ നിരവധി പേർ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും അധികൃതർ മൌനത്തിലാണ്. അടിയന്തരമായി ഗുഡ്സ് ട്രെയിൻ മാറ്റണമെന്നും ഓവർബ്രിഡ്ജ് നിർമ്മിക്കണമെന്നും റെയിൽവേ വികസന സമിതിയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഈ വണ്ടികൾ ഇതുമായിട്ടുള്ള ഗൂഡ്സ് വണ്ടികൾ കൊടുത്തിട്ടതിന് ശേഷം ജനങ്ങൾ അവിടെ പാസഞ്ചറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് മുറിഞ്ഞു കിടക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ വലിയ നീളത്തിലിത് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകൾ അങ്ങേ അറ്റം പോയിട്ട് അവിടുന്ന് തിരിഞ്ഞു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. മാത്രമല്ല, ഒരുപാട് യാത്രക്കാർ ഈ ഗൂഡ്സ് ട്രെയിനിൻ്റെ അടിയിലൂടെ ഒന്ന് മേളിലേക്ക് കയറാൻ പറ്റാതെ സ്റ്റക്കായി തിരിച്ചു പോയി വീണ്ടും ആ സൈഡിൽ കൂടെ പോകേണ്ട വന്ന അവസ്ഥ ഉണ്ടായി. 1-2 തവണ നമ്മളിതിൻ്റെ സ്റ്റേഷൻ മാസ്റ്ററെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. ഈ പ്രയാസം വളരെ പ്രയാസപ്പെട്ടു. വളരെയും കൊത്തിപ്പിടിച്ച് കയറി ഗൂഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങോട്ട് പലപ്പോഴും വീഴാനും അതുപോലെ തന്നെ ഒരുപാട് പരിക്ക് പറ്റാനുള്ള സാധ്യത ഒരുപാടാണ്. അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് യാത്രക്കാർക്കാണ്. ഏകദേശം കാലത്ത് നമുക്കറിയാം, ഇവിടുന്ന് മെമ്മൂരിൽ കയറി പോകുന്നു 100ന്റെ മേലെ പാസഞ്ചേഴ്സ് ആ സമയത്ത് ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇതേ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടായത്. ഇത് മാത്രമല്ല, ഈ കയറി ഇറങ്ങുക എന്നുള്ളത്, ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കയറുക എന്നുള്ളത് വളരെ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ കാലിനും മറ്റും പ്രയാസമുള്ള ആളുകൾക്കൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ഏതായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അതിലേക്ക് ശ്രദ്ധ ചെലുത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു സ്ഥിര യാത്രക്കാരൻ എന്നുള്ള ഞങ്ങളുടെ പ്രതി. ന്യൂസ് ഡെസ്ക് CCV.